Dear students, in continuation to the multiplication theorem of probability, today we are going to discuss about a new concept, that is conditional probability. But this conditional probability is very related with the multiplication theorem of probability. Let us see what is conditional probability. You know, the multiplication theorem of probability states that if two events, that is A and B, are dependent, then the probability of happening both will be the product of probability of A and the probability of B, given that A is already occurred. In other words, probability of A intersection B is equal to probability of A into probability of B given A. Okay. The multiplication theorem states that if the two events are dependent, then P of A intersection B is equal to P of A into P of B given A. In this theorem, probability of B given A is called conditional probability. ഇതിനെയാണ് ഈ P of probability of B given A, ഇതിനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ബി സബ്ജക്റ്റ് ടു എ കണ്ടീഷൻ ദാറ്റ് എ ഹാസ് ഓൾറെഡി ഒക്കേർഡ്. നേരത്തെ ഇവൻ്റ് എ നേരത്തെ സംഭവിച്ചു എന്ന കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ബി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. അതുകൊണ്ടാണ് ഇതിനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. The probability of occurrence of an event A under the condition that the event B has occurred is called conditional probability. Conditional probability of A is denoted as probability of A given B. Okay, and P of A given B is equal to, എന്താ ഇത് വായിക്കേണ്ടത്? probability of the event A, probability of A given that the event B has occurred. Probability of B given A എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? Probability of the event B given that event A has occurred. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചു, മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. എപ്പോഴും എയും ബിയും ഡിപ്പെൻഡൻ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ കണ്ടീഷണൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നതാണ് ഇത്. എയും ബിയും ഡിപ്പെൻഡൻ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ എയും ബിയും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഞാനിതാ ഈ ലെഫ്റ്റ് സൈഡിലുള്ള പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി റൈറ്റ് സൈഡിലേക്ക്, ഇവിടെ റൈറ്റ് സൈഡ് ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി എഴുതിയതാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നല്ലോ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ദാറ്റ് എ ഹാസ് ഓൾറെഡി ഒക്കേർഡ്. എ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എ നേരത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബി ഇനി ബി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, ആ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണാനുള്ള ഫോർമുലയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഇനി ഇതേപോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ പോലെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്തായിരിക്കും? ഇത് തന്നെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ, ഇവിടെ പി ഓഫ് എക്ക് പകരം പി ഓഫ് ബി ആയിരിക്കും. അതായത് ഇവിടെ ബി ആണ് കണ്ടുപിടിക്കുന്നത്. ബി കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട പ്രോബബിലിറ്റി എ ഉണ്ട്.
ഇവിടെ എ ആണ് കണ്ടുപിടിക്കുന്നത്, പ്രോബബിലിറ്റി ഓഫ് എ ആണ് കണ്ടുപിടിക്കുന്നത്. ഗിവൺ ബി ഹാസ് ഒക്കേർഡ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇവിടെ ബി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കൽ കൂടെ പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ, ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു probability of A intersection B divided by probability of B. Okay, and if there are three events A, B and C, then probability of A intersection B intersection C is equal to probability of A into probability of B given A into probability of C given A and B. Okay, അങ്ങനെയാകുമ്പോൾ ഇത് നേരെ തിരിച്ചിടുകയാണ്. ഇവിടെയുള്ള ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ഗിവൺ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? probability of A intersection B intersection C divided by probability of B given A into probability of C given A and B. ഓക്കെ, അതേപോലെ ഇതെന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ, അതും പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ഗിവൺ എ ആൻഡ് ബി. ഓക്കെ, അതേപോലെ മൂന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് സി given A and B is equal to എന്തായിരിക്കും? probability of A intersection B intersection C divided by probability of A into probability of B given A. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന ഏതാനും ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if P of A equal to 1/13, P of B equal to 1/4 and P of A intersection B equal to 1/52, find P of A given B and P of B given A. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു P of A given B is equal to probability of A intersection B divided by probability of B ആണ്. അപ്പോൾ A intersection B എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 1/2 divided by probability of B എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4, അപ്പോൾ 1/2 into 4/1 എന്ന് വരും. 4/52 is equal to 1/13 means 0.0769 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്താ ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്നാണ്. ഇപ്പോൾ 1/52 ഡിവൈഡഡ് ബൈ 1/13, പ്രോബബിലിറ്റി ഓഫ് എ 1/13 ആണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/52 ഇൻറ്റു 13/1, 13/52 ഈക്വൽ ടു 1/4 മീൻസ് 0.25 ആണ് പ്രോബബിലിറ്റി. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 0.4, പി ഓഫ് ബി ഈക്വൽ ടു 0.5 ആൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.3, ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി ആൻഡ് പി ഓഫ് ബി ഗിവൺ എ. ഇപ്പം ചെയ്ത അതേപോലെ തന്നെ നേരത്തെ A/B ഫോമിലാണ് പ്രോബബിലിറ്റി തന്നത്, ഇവിടെ ഡെസിമൽ ഫോമിലാണ് എന്ന് മാത്രം. ഓക്കെ, പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 0.3 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട് 0.5 ഈക്വൽ ടു 0.6 ആണ്. And second one, probability of B given A equal to probability of A intersection B divided by probability of A means 0.3 divided by 0.4 equal to 0.75. Okay, simple. Then next one, if P of A equal to 0.2, P of B equal to 0.3 and A and B are independent, find P of A given B and P of B given A. ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന കോൺസെപ്റ്റ് തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറവുമായി ബന്ധപ്പെടുത്തിയാണ് പഠിക്കുന്നത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ ഇവൻസ് ഡിപ്പെൻഡൻ്റ് ആണ് എങ്കിൽ എങ്ങനെയായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ തിയറം, അത് വെച്ചാണ് നമ്മൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലേക്ക് വന്നിരുന്നത്. ഓക്കെ, ഇവിടെ പി ഓഫ് എയും പി ഓഫ് ബിയും തന്നു, എന്നിട്ട് പറയാണ് ഇവൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്.
ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. എന്നിട്ട് ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി എന്നും പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നും പറയുകയാണ്. ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അങ്ങനെ ആകുമ്പോൾ ദി ഔട്ട്കം ഓഫ് വൺ ഡസ് നോട്ട് അഫക്റ്റ് ദി ഔട്ട്കം ഓഫ് അതർ എന്നാണ്. ഒന്ന് മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതിനർത്ഥം ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ബി നേരത്തെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ എയുടെ പ്രോബബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ തന്നെയാണ്, അതായത് 0.2 തന്നെ. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി തന്നെയാണ്, 0.3. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതെന്ന് മനസ്സിലായല്ലോ. അതായത് ഇവിടെ രണ്ട് ഇവൻസും ഇൻഡിപെൻഡൻ്റ് ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി വരുന്നത് തന്നെ ഡിപ്പെൻഡൻ്റ് ഇവൻറ്റ്സ് ആകുന്ന സമയത്താണ് നമ്മൾ പ്രത്യേകമായിട്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ഇവൻ്റ് ആകുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അപ്പം നേരത്തെ ബി സംഭവിച്ചു എന്നുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ സംഭവിക്കുന്നതിനെ യാതൊരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എ തന്നെയാണ്. അതേപോലെ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് ബി തന്നെയാണ്. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 0.6, പി ഓഫ് എ ഈക്വൽ ടു 0.4, പി ഓഫ് ബി ഈക്വൽ ടു 0.3. ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ ഗിവൺ ബി ആൻഡ് പി ഓഫ് ബി ഗിവൺ എ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്, പി ഓഫ് എയും പി ഓഫ് ബിയും തന്നു, എന്നിട്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാൻ പറയുന്നു. നമുക്കറിയാം പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നായിരുന്നു. ഓക്കെ, ഇവിടെ പി ഓഫ് എ യൂണിയൻ ബി തന്നു, എന്നിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാൻ പറയുന്നു. എന്തായിരുന്നു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എന്താ വരിക? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. നേരത്തെ നമ്മൾ പഠിച്ചതാണ്, അഡീഷൻ തിയറത്തിൽ പഠിച്ചതാണ്. മീൻസ് 0.4 പ്ലസ് 0.3 മൈനസ് 0.6 ഈക്വൽ ടു 0.1. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇത് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്നാണ്. അത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിച്ചു, 0.1 ഡിവൈഡഡ് ബൈ 0.3 ഈസ് ഈക്വൽ ടു 0.33 വരും. അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് ബി ഗിവൺ എ ആണ്. പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്നാണ്. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി 0.1 ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.4 ആണ്. 0.4 ഈക്വൽ ടു 0.25 എന്ന് വരും. ക്ലിയർ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി പ്രോബബിലിറ്റി ദാറ്റ് എ സോൾവ്സ് എ പ്രോബ്ലം ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഈസ് 2/5 ആൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബി സോൾവ് ഇറ്റ് ഈസ് 3/8. എ ക്യൂട്ടിയിലുള്ള ഒരു പ്രോബ്ലം ചെയ്യാനുള്ള പ്രോബബിലിറ്റി 2/5 ആണ്. എന്നാൽ ബി അത് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 3/8 ആണ്. ഇഫ് ദേ ട്രൈ ഇൻഡിപെൻഡൻ്റ്ലി ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു, ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾ ചെയ്യുന്നതിനെ യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് സോൾവ് ദി പ്രോബ്ലം, രണ്ടാളും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദി പ്രോബ്ലം, ഏതെങ്കിലും ഒരാളെങ്കിലും ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. നൺ സോൾവ് ദി പ്രോബ്ലം, ആരും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യതയില്ല, ആരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല, അതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദി ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾ ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്നില്ല, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. മാത്രമല്ല ഒരാൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത് മറ്റൊരാൾ ചെയ്യുന്നതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുമില്ല. അപ്പോൾ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, അതേസമയം അവ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സും ആണ്. ഓക്കെ,
അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എ സോൾവ്സ് ദി പ്രോബ്ലം ഈസ് ഈക്വൽ ടു 2/5 ആണ്. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് 2/5. ബി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 3/8 ആണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബോത്ത് സോൾവ് ദി പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഇവൻസ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണെങ്കിൽ രണ്ടും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇഫ് ടു ഇവൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ ദി പ്രോബബിലിറ്റി ഫോർ ദി ഒക്കറൻസ് ഓഫ് ബോത്ത് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നാണ്. രണ്ടിൻ്റെയും പ്രോഡക്റ്റിന്, ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റിന് തുല്യമാണ് എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ എന്താ വരിക? പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് സോൾവ് ദി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 2/5 ഇൻറ്റു 3/8 ഈക്വൽ ടു 6/40 മീൻസ് 0.15 എന്നർത്ഥം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദി പ്രോബ്ലം. അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്താണെന്ന്. അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദി പ്രോബ്ലം. അപ്പോൾ എ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്, ബി സോൾവ് ചെയ്യാനുള്ളത്, പക്ഷേ രണ്ടാളും സോൾവ് ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും ഒരാൾ. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ വരിക? പി ഓഫ് പ്രോബബിലിറ്റി ദാറ്റ് എ സോൾവ് ദി പ്രോബ്ലം പ്ലസ് പ്രോബബിലിറ്റി ദാറ്റ് ബി സോൾവ് ദി പ്രോബ്ലം മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് സോൾവ്. രണ്ടാളും സോൾവ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് അതൊക്കെ. ഇപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് നോക്കൂ. എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 2/5 ആണ്. ബി സോൾവ് ചെയ്യാനുള്ള 3/8 ആണ്. മൈനസ് രണ്ടുപേരും സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇവിടെ കണ്ടുപിടിച്ചു 0.15 ആണ്. ആ 0.15 സബ്ട്രാക്ട് ചെയ്യണം. ആൻസർ 0.625 എന്ന് വരും. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് നൺ സോൾവ് ദി പ്രോബ്ലം. ആരും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത ഇല്ല, ആരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. അതിനുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ദാറ്റ് എ നോട്ട് ടു സോൾവ് ദി പ്രോബ്ലം ആൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ബി നോട്ട് ടു സോൾവ്. ഓക്കെ, രണ്ടാളുടെ ഇൻ്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നർത്ഥം. അപ്പോൾ നോക്കൂ, എ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത നേരത്തെ കണ്ടു എന്തായിരുന്നു? പി ഓഫ് 2/3 ആണ്. അപ്പം പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 3/5 ആണ് വരിക, 3/5. അതുപോലെ ബി പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത, പ്രോബ്ലം ചെയ്യാനുള്ള സാധ്യത 3/8 ആണ്. അപ്പം ചെയ്യാതിരിക്കാനുള്ള സാധ്യത 5/8 ആണ് വരിക. അപ്പോൾ ഇവിടെ 3/5 ഇൻറ്റു 5/8, 3/5 ഇൻറ്റു 5/8. ഓക്കെ, 0.375 വരും. അല്ലെങ്കിൽ ആരും പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പ്രോബ്ലം ചെയ്യാനുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മതി. നമ്മളിവിടെ നോക്കൂ, ആരെങ്കിലും ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. എ യൂണിയൻ ബി ഇവിടെ കണ്ടുപിടിച്ചു, 0.625 കിട്ടി. ഇത് 1ൽ നിന്ന് മൈനസ് ചെയ്താലും മതി. 1 മൈനസ് 0.625 0.375 അത് തന്നെയാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 2 persons A and B attend independently to solve a puzzle. The probability that A will solve is 3/5 and probability that B will solve it is 1/3. ഇപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെ എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 3/5 ആണ്, ബി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി പസിൽ വിൽ ബി സോൾവ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. ആരെങ്കിലും ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എ യൂണിയൻ ബി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നർത്ഥം. അപ്പോൾ പി ഓഫ് എ 3/5 ആണ്, പി ഓഫ് ബി 1/3 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി സബ്ട്രാക്ട് ചെയ്യുക. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവൻസ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആകുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ് ആണ് രണ്ടും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, ഇൻ്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ 3/5 പ്ലസ് 1/3 മൈനസ് 3/5 ഇൻറ്റു 1/3 എത്ര വരുന്നത്? 0.733 ആണ് പ്രോബബിലിറ്റി വരിക. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ?
probability that the problem, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.733. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി പ്രോബ്ലം വിൽ നോട്ട് ബി സോൾവ്. പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ദി പ്രോബ്ലം വിൽ നോട്ട് ബി സോൾവ് ഈസ് ഈക്വൽ ടു ആരെങ്കിലും സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി സബ്ട്രാക്ട് ചെയ്താൽ മതി. 1 മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് ദി പ്രോബ്ലം ഈസ് സോൾവ് എയ്തർ ബൈ എ ഓർ ബി, മീൻസ് പി ഓഫ് എ യൂണിയൻ ബി മൈനസ് എ. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ആണ് ഇത് 0.733. 1ൽ നിന്നത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലാതെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെയും പ്രോബ്ലം സോൾവ് ചെയ്യും. രണ്ടാളും പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണേ. എന്ത് ചെയ്താൽ മതി? ഇവിടെ 2/5 എന്ന് പറയുമ്പോൾ 3/5 എന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 2/5 ആണ്. എ സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 2/5, ബി സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 2/3. അപ്പോൾ 2/5 ഇൻറ്റു 2/5 ഇൻറ്റു 2/3, അപ്പോൾ 4/15 ആണ് വരിക. അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സൗകര്യം പോലെ ഏത് മെത്തേഡിലൂടെയും ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ യൂണിവേഴ്സിറ്റി ഹാസ് ടു സെലക്ട് ആൻ എക്സാമിനർ ഫ്രം എ ലിസ്റ്റ് ഓഫ് 50 persons. 20 ഓഫ് ദം ആർ വിമൻ ആൻഡ് 30 men. 10 ഓഫ് ദം നോ ഹിന്ദി ആൻഡ് 40 ഡു നോട്ട്. 15 of them are teachers and remaining are not. അപ്പോൾ 50 ആൾക്കാരുടെ ഒരു ലിസ്റ്റാണുള്ളത്. അതിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഒരു എക്സാമിനറെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ 50ൽ 20 ആൾക്കാർ വിമനാണ്, 30 ആൾക്കാർ മെന്നാണ്. അതേപോലെ ആ 50ൽ 10 പേർക്ക് ഹിന്ദി അറിയാമെങ്കിൽ 40 പേര് ഹിന്ദി അറിയാത്തവരാണ്. അതേപോലെ ആ 50 പേരുടെ ലിസ്റ്റിൽ 15 പേര് ടീച്ചേഴ്സ് ആണെങ്കിൽ 35 പേര് ടീച്ചേഴ്സ് അല്ല, നോൺ ടീച്ചിങ് ആൾക്കാരാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദി യൂണിവേഴ്സിറ്റി സെലക്ടിങ് എ ഹിന്ദി നോയിങ് വുമൺ ടീച്ചർ? ഓക്കെ, ഹിന്ദി നോയിങ് ആയിരിക്കണം, വുമൺ ആയിരിക്കണം, ടീച്ചർ ആയിരിക്കണം. ഇതിനെല്ലാം ഉള്ള ഹിയർ ദി ഇവൻസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണെന്ന് മനസ്സിലായല്ലോ. ദി സെലക്ഷൻ ഓഫ് ഹിന്ദി നോയിങ് പേഴ്സൺ ഡസ് നോട്ട് അഫക്റ്റ് ദി സെലക്ഷൻ ഓഫ് വുമൺ ഓർ സെലക്ഷൻ ഓഫ് എ ടീച്ചർ. സെലക്ഷൻ ഈസ് ഡൺ സൈമൾട്ടേനിയസ്ലി. ഓക്കെ, അപ്പോൾ ഒന്നെടുത്തു കഴിഞ്ഞാൽ അത് മറ്റൊന്നിനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആകുന്ന സമയത്ത് അവരുടെ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ് ആണ് അവയെല്ലാം സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഹിന്ദി നോയിങ് വുമൺ ടീച്ചർ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ഹിന്ദി എന്നാണ് വേണ്ട, ING വേണ്ട, ഹിന്ദി നോയിങ് വുമൺ ടീച്ചർ എന്നാണ് വായിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഹിന്ദി നോയിങ് ടീച്ചർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഹിന്ദി നോയിങ് person into probability of selecting a woman into probability of selecting a teacher. അപ്പോഴാണ് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഹിന്ദി നോയിങ് വുമൺ ടീച്ചർ ആവുന്നത്, ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ്. അപ്പോൾ എന്താ വരിക? ഹിന്ദി നോയിങ് പേഴ്സണെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 10/50 ആണ്. ഇനി വുമണിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 20/50 ആണ്. ടീച്ചറെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 15/50 ആണ്. ഓക്കെ, അപ്പോൾ 3/125 കിട്ടും. 0.024 ആണ് ഒരു ഹിന്ദി നോയിങ് വുമൺ ടീച്ചറെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. സപ്പോസ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ വുമൺ entering a shop buys rice is 0.9 and the probability that she buys sugar is 0.7. Assuming that she is free to choose the items for purchase, what is the probability that she will buy both rice and sugar? ഇവിടെ കൃത്യമായിട്ട് പറയുന്നു ഷീ ഈസ് ഫ്രീ ടു ചൂസ് ദി ഐറ്റംസ് ഫോർ പർച്ചേസ്. ഓക്കെ, ഫ്രീ ആണ്, അതായത് ഒന്ന് വാങ്ങുന്നത് മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ് എന്നർത്ഥം. ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ് എങ്കിൽ അവ രണ്ട് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ദി വുമൺ ബൈസ് റൈസ് ഈക്വൽ ടു 0.9, പ്രോബബിലിറ്റി ദാറ്റ് ഷീ ബൈസ് ഷുഗർ ഈക്വൽ ടു 0.7, പ്രോബബിലിറ്റി ദാറ്റ് ദി വുമൺ ബൈസ് both sugar and rice equal to 0.9 into 0.7 equal to 0.63.
Okay. Another question. Mr. A speaks truth in 70% cases and Mr. B in 85% cases. In what percentage of cases are they likely to contradict each other in stating the same fact? Question clear ആയോ? A 70% A സത്യം പറയുന്നതിനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% അയാൾ കളവാണ് പറയുന്നത്. എന്നാൽ ബി 85% സത്യം പറയും, 15% അയാൾ കളവ് പറയും, സത്യം പറയില്ല. ഓക്കെ, ഇൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് കേസസ് ആർ ദേ ലൈക്ലി ടു കോൺട്രഡിക്റ്റ് ഈച്ച് അതർ ഇൻ സ്റ്റേറ്റിംഗ് ദി സെയിം ഫാക്റ്റ്? അപ്പോൾ ഇവിടെ പ്രത്യേകത പ്രോബബിലിറ്റി നിങ്ങൾ പെർസെൻറ്റേജ് ആയിട്ട് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് കേസസ് ആർ ദേ ലൈക്ലി ടു കോൺട്രഡിക്റ്റ് ഈച്ച് അതർ ഇൻ സ്റ്റേറ്റിംഗ് ദി സെയിം ഫാക്റ്റ്? ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അഭിപ്രായം വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? അപ്പം നോക്കൂ, പ്രോബബിലിറ്റി ദാറ്റ് എ സ്പീക്സ് ട്രൂത്ത് 70% എന്ന് പറഞ്ഞാൽ 0.7. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എ ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്ത്, സത്യം പറയാതിരിക്കാനുള്ള സാധ്യത 0.3 ആണ്, 30%. ഓക്കെ, പ്രോബബിലിറ്റി ദാറ്റ് ബി സ്പീക്സ് ട്രൂത്ത് 85%, 0.85. അപ്പോൾ നോട്ട് സ്പീക്ക് ട്രൂത്ത് 0.15. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ കാണേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് എ ആൻഡ് ബി കോൺട്രഡിക്റ്ററി ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനർത്ഥം എന്താ? എ സത്യം പറയുകയും ബി സത്യം പറയാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ബി സത്യം പറയുകയും എ സത്യം പറയാതിരിക്കുകയും ചെയ്യുക. അപ്പോഴാണല്ലോ കോൺട്രഡിക്റ്ററി ആവുക. ഒരാൾ സത്യം പറയുമ്പോൾ മറ്റേ ആൾ കളവ് പറയുക, മറ്റേ ആൾ സത്യം പറയുമ്പോൾ ആദ്യത്തെ ആൾ കളവ് പറയുക. അപ്പം നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ സ്പീക്ക് ട്രൂത്ത് ആൻഡ് ബി ഡസ് നോട്ട് സ്പീക്ക് ട്രൂത്ത്. ഓക്കെ, എ സത്യം പറയുകയും ബി സത്യം പറയാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഓർ ബി സ്പീക്ക് ട്രൂത്ത് ആൻഡ് എ ഡസ് നോട്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ സത്യം പറയുക, ബി കളവ് പറയുക, അല്ലെങ്കിൽ ബി സത്യം പറയുക, എ കളവ് പറയുക. അതാണ് ഓർ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഓക്കെ, ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ്. മീൻസ് പി ഓഫ് എ എന്തായിരുന്നു? 0.7 ആണ്. ബി കോംപ്ലിമെൻറ്റോ കളവ് പറയാനുള്ള 0.15 പ്ലസ് ബി സത്യം പറയാനുള്ള പ്രോബബിലിറ്റി 0.85 ആണ്. എ കളവ് പറയാനുള്ള പ്രോബബിലിറ്റി 0.3 ആണ്. ഓക്കെ, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 0.36 ആണ് പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ ഇവിടെ 70%, 80% എന്ന് തന്നെ. അപ്പോൾ നമ്മൾ 0.7ഉം 0.85 എന്നത് എഴുതി പ്രോബബിലിറ്റി. അതുപോലെ ഇവിടെ 0.36 കിട്ടിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ 36% എന്ന് പറയും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് എ ആൻഡ് ബി കോൺട്രഡിക്റ്ററി ടു ഈച്ച് അതർ ഈസ് ഈക്വൽ ടു 36% എന്ന് വരും. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചു. അതോടൊപ്പം അനുബന്ധമായി വരുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലല്ലാതെ എല്ലാം വരുന്ന മൾട്ടിപ്ലിക്കേഷൻ തിയറോ അഡീഷൻ തിയറോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള എല്ലാം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.